ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്നോട് എല്ലാവർക്കും വിശേഷം സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നും വന്നിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഗൈസ്. അപ്പം ചില സ്ഥലത്തൊക്കെ നമ്മുടെ ബിരിയാണിയുടെ കൂടെ കിട്ടുന്നൊരു അച്ചാറാണിത്. അതായത് നാരങ്ങയും ഡേറ്റ്സും കൂടെ വെച്ചിട്ട് അച്ചാറിടും. അപ്പം ഡേറ്റ്സും നാരങ്ങയും നമ്മൾ ഓൾറെഡി നമ്മൾ അപ്പം സിമ്പിൾ വെച്ചിട്ട് ആവിയേറ്റി എടുക്കും. അതിനുശേഷം നമ്മൾ നല്ലെണ്ണയ്ക്കകത്ത് കടുകൊക്കെ പൊട്ടിച്ച് അതിനുശേഷം നമ്മുടെ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റും. നല്ലൊരു ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉലുവാപ്പൊടിയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നമ്മൾ പിന്നെ തിളപ്പിച്ച വെള്ളം ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ വേറെ പച്ചവെള്ളം ചേർക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ തിളപ്പിച്ച വെള്ളം ഇല്ലെങ്കിൽ അച്ചാർ ഭയങ്കര തിക്കായിട്ട് വരും. അപ്പം നമുക്കിങ്ങനെ കോരിയെടുക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ തിളപ്പിച്ചരച്ച വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ഒഴിച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ വെന്ത് വെച്ചേക്കുന്ന ഡേറ്റ്സ് ഇട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കും. അതിന് ശേഷം നമ്മൾ വെന്ത് വെച്ചേക്കുന്ന നാരങ്ങയും കൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് 2-3 ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴാണ് അച്ചാറുകൾക്കൊരു ടേസ്റ്റ് വരിക, അല്ലേ? എനിക്ക് ഉണ്ടാക്കി അന്ന് കൂട്ടുന്നതിലും ഇഷ്ടം പിന്നീട് വെച്ച് കഴിഞ്ഞ് പിന്നെ കഴിക്കുന്ന ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അച്ചാർ എന്താണെന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഡേറ്റ്സ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുക്കും. അപ്പോൾ ഡേറ്റ്സ് ഇങ്ങനെ ഓൾറെഡി വെന്തതും കൂടെ ആയതുകൊണ്ട് നന്നായിട്ടിങ്ങനെ വെന്തതുകൊണ്ട് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുമ്പോൾ നമ്മൾക്ക് ആ ഒരു മധുരം എന്തായാലും കിട്ടുമല്ലോ. അങ്ങനെ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗായ്സ്.